മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ചില്ലി ചിക്കന് ഉണ്ടാക്കിയാലോ. ആദ്യം ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കാം. എന്നിട്ട് ഉള്ളി വേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ. ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കുക. പിന്നെ ഉള്ളി, സാമ്പാർ മുളക്, പിന്നെ തക്കാളി സോസ് ഒഴിച്ചാലും മതി. ഞാൻ തക്കാളിയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ചില്ലി ചിക്കൻ വറുത്തത് അതും അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഉപ്പ് കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മല്ലിച്ചപ്പം ഇട്ട് കൊടുത്തേക്കാം. സോസിനേക്കാളും നല്ലതാട്ടോ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ടിട്ട് വഴറ്റിയെടുത്താൽ. അപ്പം നമുക്ക് അതിൽ നിന്ന് കഴിക്കാൻ വേണ്ട. അതിൻ്റെ കൂടെ നമുക്ക് ഏത്തയ്ക്ക പരട്ടെടുക്കാം. ഏത്തയ്ക്ക ചെത്തി അടുപ്പ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ചില്ലി എന്തായെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ചില്ലി ചിക്കനും ഏത്തയ്ക്ക പരട്ടും. ഏത്തയ്ക്ക പരട്ടും നമുക്കെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ. കഴിക്കാം. ഏത്തയ്ക്ക കണ്ടിട്ടില്ലാത്തവർക്ക് അതാ ഏത്തയ്ക്ക. സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ കറി. നല്ല ചൂട് വറക്കുന്ന കറി.
എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ. അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ചില്ലി ചിക്കന് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഒന്നും കൂടെ പറയാം. ആദ്യം ചിക്കനും മസാലയെല്ലാം ചേർത്ത് വറുത്തെടുക്കുക. പിന്നെ പച്ചമുളകല്ല സാമ്പാർ മുളക്, ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, കരിയാപ്പില എല്ലാം കൂടെ വഴറ്റി ചിക്കൻ വറുത്തത് ഇട്ട് ഇളക്കി പാകത്തിന് ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കുക. മസാല വേണ്ടിയവർക്ക് മസാല ചേർക്കാം കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ.